Dear students, good morning. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യുകയാണ്. കാരണം അല്ലെങ്കിൽ നമ്മുടെ പോർഷൻ തീരില്ല. അടുത്തത് നമ്മൾ കാണുന്നത് ബ്രേക്ക് ഈവൻ ചാർട്ട്. എന്താ ചാർട്ട്? ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഗ്രാഫ് മുഖേന നമ്മളൊരു ഡാറ്റ ഒരു ഇൻഫർമേഷൻ കാണിക്കുന്നതിന് അവരെ ചാർട്ട് എന്ന് പറയാം. അപ്പം ബ്രേക്ക് ഈവൻ ചാർട്ട് എന്താ? ബ്രേക്ക് ഈവൻ ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. എന്താ ബ്രേക്ക് ഈവൻ അനാലിസിസ്? Analyzing the relationship between cost, revenue and profit at various levels of production. നമ്മൾ പഠിച്ചു. അപ്പോൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. സോ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ബ്രേക്ക് ഈവൻ ചാർട്ട് ഷോസ് കോസ്റ്റ് കാണിക്കും, റവന്യൂ കാണിക്കും, അല്ലെങ്കിൽ സെയിൽസ് റുപ്പീസ് എത്ര ഇവിടെ സെയിൽസ് ആണ്, ആൻഡ് പ്രോഫിറ്റ് at various levels of production. Okay, it also shows break even point കാണിക്കും. സോ എന്തൊക്കെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് അതേ സാധനം എവറിത്തിങ് നമുക്ക് സെയിൽസ് അറിയാൻ പറ്റും, കോസ്റ്റ് അറിയാൻ പറ്റും, പ്രോഫിറ്റ് അറിയാൻ പറ്റും, വേരിയസ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ഇഫ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ഫോം ഓഫ് എ ഗ്രാഫ് അതിനാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ചാർട്ട് ഷോയിങ് അതൊക്കെ കോസ്റ്റാണ് കാണിക്കുക. നമ്മൾ കോസ്റ്റ് കാണിക്കുക, അതൊക്കെ കോസ്റ്റാണ്. ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് കാണിക്കും, വേരിയബിൾ കോസ്റ്റ് കാണിക്കും, ആൻഡ് സെയിൽസ് വോളിയം റുപ്പീസ് എത്ര രൂപയുടെ സെയിൽസ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് എ ബ്രേക്ക് ഈവൻ ചാർട്ട്? ഇറ്റ് ഈസ് എ ചാർട്ട് ഷോയിങ് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെയിൽസ് വോളിയം അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുന്നത്? അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് പുസ്തകത്തിൽ നോക്കിയിട്ട് നോട്ട് എഴുതുക. അത് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഞാനിപ്പോൾ എടുക്കുന്നത് എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ബ്രേക്ക് ഈവൻ ഹൗ ടു കൺസ്ട്രക്ട് എ ബ്രേക്ക് ഈവൻ ചാർട്ട്. നമ്മൾ ആദ്യം സെയിൽസ് വോളിയം നമ്മൾ എക്സ് ആക്സിസിൽ കാണിക്കും. സെയിൽസ് വോളിയം എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ ഓക്കെ. ദെൻ കോസ്റ്റ് ആൻഡ് റവന്യൂ വൈ ആക്സിസിൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ നമ്മൾ യൂണിറ്റ്സ് കാണിക്കും, ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കാണിക്കും. വൈ ആക്സിസിൽ എന്തൊക്കെ കാണിക്കും? കോസ്റ്റ് ആൻഡ് റവന്യൂ കാണിക്കും. റവന്യൂ എന്ന് പറഞ്ഞാൽ സെയിൽസ്. മൂന്നാമത് ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കും. എന്തുകൊണ്ടാണ്? എത്രയാണ് പ്രൊഡക്ഷൻ വോളിയം കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. 10,000 യൂണിറ്റ്സ് ഉണ്ടാക്കിയാലും 50,000 യൂണിറ്റ്സ് ഉണ്ടാക്കിയാലും ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നത്. അടുത്ത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് പ്ലോട്ട് ചെയ്യും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടുന്നതാ. ടോട്ടൽ കോസ്റ്റ് പ്ലോട്ട് ചെയ്തിട്ട് പ്ലോട്ടഡ് പോയിന്റ്സ് എല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കും. ടോട്ടൽ കോസ്റ്റ് ലൈൻ തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? ഫിക്സഡ് കോസ്റ്റ് പോയിന്റിൽ നിന്നായിരിക്കും ടോട്ടൽ കോസ്റ്റ് ലൈൻ തുടങ്ങുന്നത്. ഓക്കെ, ദെൻ നമ്മൾ സെയിൽസ് പ്ലോട്ട് ചെയ്യും. ഓരോ വോളിയം ഓഫ് പ്രൊഡക്ഷനിലുള്ള സെയിൽസ് പ്ലോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പ്ലോട്ടഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് സെയിൽസ് ലൈൻ കിട്ടും. ആ സെയിൽസ് ലൈൻ വരയ്ക്കുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒറിജിൻ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം പ്രൊഡക്ഷൻ ഇല്ലായെങ്കിൽ നമുക്ക് സെയിൽസും ഇല്ല. ഉൽപാദനം ഇല്ലെങ്കിൽ നമുക്ക് സെയിൽസ് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സീറോയിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ എവിടെയാണ് BEP? എവിടെയാണ്? ഈ ടോട്ടൽ കോസ്റ്റ് ലൈനും സെയിൽസ് ലൈനും കൂടെ കട്ട് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും, ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ഇനി ഞാനൊരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ ചാർട്ട്. ഒന്നുകൂടെ പറയട്ടെ, എന്താ ബ്രേക്ക് ഈവൻ ചാർട്ട്? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? കോസ്റ്റ്, റവന്യൂ ആൻഡ് പ്രോഫിറ്റ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. It also shows break-even point. So it is a break-even chart is defined as a chart showing fixed cost, variable cost, and sales volume at various levels of production or operation. ഇനി ഞാൻ നിങ്ങൾക്ക് ചാർട്ട് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. How to draw a break-even chart. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് break-even ചാർട്ട് വരയ്ക്കാൻ വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ break-even ചാർട്ട് വരയ്ക്കുന്നത് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു, സെയിൽസ് 7,000 യൂണിറ്റ്സ്. സെയിൽസ് 7,000 യൂണിറ്റ്സ് at the rate of ₹10 each. Variable cost
വേരിയബിൾ കോസ്റ്റ് at the rate of rupees 6 each. Fixed cost rupees 20,000. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോബ്ലം തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കറിയാം ഇവിടെ യൂണിറ്റ്സ് തന്നിരിക്കുന്നത് 7,000. സെല്ലിംഗ് പ്രൈസ് എത്രയാ? 10. വേരിയബിൾ കോസ്റ്റ് എത്രയാ? 6. ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 20,000. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചാർട്ട് ഉണ്ടാക്കും. നമുക്കിവിടെ ഏറ്റവും ചാർട്ട് കാണിക്കും. നമുക്ക് എന്തൊക്കെ അറിയണം? ആദ്യത്തെ കോളത്തിൽ നമ്മൾ കൊടുത്തു യൂണിറ്റ്സ്, സെക്കൻഡ് കോളം സെയിൽസ്, തേർഡ് കോളം വേരിയബിൾ കോസ്റ്റ്, അടുത്ത കോളം ഫിക്സഡ് കോസ്റ്റ്, അടുത്ത കോളം ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് എടുത്തു 7,000 ആണ്. അപ്പോൾ മാക്സിമം നമുക്ക് 1000, 2000, 3000, 4000, 5000, 6000, 7000. മാക്സിമം 7000. ഇനി സെയിൽസ് നമുക്ക് 10 വരും. അപ്പോൾ എത്ര വരും? 10,000. സെല്ലിംഗ് പ്രൈസ് കൊണ്ട് ഇൻഡ് ചെയ്തു. 10,000, 20,000, 30,000, 40,000, 50,000, 60,000, 70,000. നമുക്ക് യൂണിറ്റ്സ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് വേരിയബിൾ കോസ്റ്റാണ്. വേരിയബിൾ കോസ്റ്റ് എത്രയാ പറയുന്നത്? 6. ഇപ്പൊ എത്ര വരും? 6,000, 12,000, 18,000, 24,000, 24,000, 30,000, 36,000, 42,000. നമ്മൾ സെല്ലിംഗ് പ്രൈസ് വേരിയബിൾ കോസ്റ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഫിക്സഡ് കോസ്റ്റ് എല്ലായിടത്തും എത്ര തന്നെ? 20,000. നമുക്ക് എഴുതുന്നില്ല, വെറുതെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. 20,000. ഇനി നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യും? വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ആഡ് ചെയ്യും. നമുക്ക് ആദ്യം കിട്ടി 26,000, 32,000, 48,000, 26,000, 32,000, 48,000, സോറി 26, 32, 18, 20, 48, 48, സോറി 18, 20, 38 കൂട്ടി തെറ്റി 38,000, then 44,000, 50,000, 56,000, 62,000. ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റുകൾ കൂട്ടുക എന്നൂടെ പറയട്ടെ. 6,000 പ്ലസ് 20,000, 26,000, 12, 20, 32, 18, 20, 38, 24, 20, 44, 30, 20, 50,000, 36, 20, 56,000, 46, 20, 62,000. ഓക്കെ, ഇങ്ങനെ നമ്മൾ ടേബിൾ ഉണ്ടാക്കി. ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം BEP. എന്താ BEP എന്ന് പറഞ്ഞാൽ? ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആയിട്ട് വരും. നമ്മൾ നോക്കിക്കുക, ഇതാണ് നമ്മുടെ BEP. ഗ്രാഫിൽ നിങ്ങൾ ടേബിൾ നോക്കി അറിയാം, ഇതാണ് നമ്മുടെ BEP പോയിന്റ്. ഉണ്ടോ? 5,000 യൂണിറ്റ്സ് വിൽക്കുമ്പോൾ നമ്മുടെ സെയിൽസ് 50,000, ടോട്ടൽ കോസ്റ്റ് 50,000. ഇത് നോക്കിയാൽ നമുക്കറിയാം. അപ്പൊ യൂണിറ്റ്സ് എത്രയാ? BEP യൂണിറ്റ്സ് 5,000, BEP സെയിൽസ് എത്രയാ? 50,000. ക്ലിയർ? ഇനി നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുകയാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പൊ ആദ്യം നമ്മൾ എക്സ് ആക്സിസിൽ, ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മൾ എക്സ് ആക്സിസിൽ സെയിൽസ് യൂണിറ്റ്സ് പ്ലോട്ട് ചെയ്തു. യൂണിറ്റ്സ് എത്രയാ? 1000, 2000, 3000, 4000, 5000, 6000, 7000. യൂണിറ്റ്സ് ഇൻ 1000 ഞാൻ കൊടുത്തു. സോ 1, 2, 3, 4, 5, 6, 7. ക്ലിയർ?
സോ എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്തു? യൂണിറ്റ്സ് പ്ലോട്ട് ചെയ്തു. വൈ ആക്സിസിൽ നമ്മൾ എന്താ പ്ലോട്ട് ചെയ്യുന്നത്? കോസ്റ്റ് ആൻഡ് റവന്യൂ പ്ലോട്ട് ചെയ്തു. ഇവിടെ നമ്മൾ കൊടുത്തു കോസ്റ്റ് ആൻഡ് റവന്യൂ ഇൻ റുപ്പീസ്. ഇവിടെ നമ്മൾ റുപ്പീസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇൻ റുപ്പീസ്. ഇവിടെ നമ്മൾ മാക്സിമം വരേണ്ട 70,000. അപ്പൊ നമ്മൾ 1 2 3 4 അഞ്ചൂടെ അടുപ്പിക്കട്ടെ. 1 2 3 4 5 6 7 ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ, ഫ്ലോട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ കൊടുത്തു കോസ്റ്റ് ആൻഡ് റവന്യൂ റുപ്പീസ് ഇൻ 10,000. റുപ്പീസ് ഇൻ 10,000 അത് ഞാൻ പ്ലോട്ട് ചെയ്തു. 1 2 3 4 5 6 7. ഓക്കെ, ആദ്യം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് വരയ്ക്കും. ഇതാണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ലൈൻ. ഫിക്സഡ് കോസ്റ്റ് നമ്മുടെ 20,000. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 7,000 5,000 ഇങ്ങോട്ട് വരച്ചു ഫിക്സഡ് കോസ്റ്റ് ലൈൻ. അപ്പോൾ നമ്മൾ കൊടുത്തു ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഉണ്ടോ. 20,000 നേരെ നമ്മൾ എക്സ് ആക്സിസിന് പാരലായിട്ടൊന്ന് വരച്ചു. എന്താ അർത്ഥം? എത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്തിയാലും നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിട്ട് നിൽക്കും. ഓക്കെ, അടുത്ത് നമ്മൾ വരയ്ക്കുന്നത് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഇവിടെ നോക്കുക. ആദ്യം 26,000. 20 അപ്പോൾ 1000 നേരെ 26,000. ഞാൻ ഏകദേശം റഫ് ഫിഗർ ഇടട്ടെ. 26,000 32,000 ദെൻ മാക്സിമം 62,000. 7,000 നേരെ 62,000 60 70,000 62 ഏകദേശം. ഞാൻ റഫായിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ ടോട്ടൽ കോസ്റ്റ് ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യും. 62 നിന്ന് നമ്മൾ നേരെ ഫിക്സഡ് കോസ്റ്റ് പോയിന്റിലേക്ക് പ്ലോട്ട് ചെയ്യും കേട്ടോ. കാണിക്കുക ഇതാണ്. അപ്പോൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യും. 1000 നേരെ എത്രയാ? 26,000. 2,000 നേരെ 32,000. 3,000 നേരെ 38,000. 4,000 നേരെ 44,000. 5 നേരെ 50,000. 6 നേരെ 56. 7 നേരെ 62. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ കൊടുത്തു ടോട്ടൽ കോസ്റ്റ് ലൈന്. ഇനി നമ്മൾ സെയിൽസ് ലൈൻ വരയ്ക്കും. സെയിൽസ് ലൈൻ വരയ്ക്കുമ്പോൾ ഞാനിവിടെ ഒന്ന് ഇതാക്കട്ടെ. ഇവിടെയാണ് നമ്മുടെ 50,000 വരുന്നത്. 50 വരയ്ക്കരുത്, ഞാൻ നോക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി സെയിൽസ് ലൈൻ പ്ലോട്ട് ചെയ്യും. ആദ്യം എത്രയാണ്? 10,000. 1000 നേരെ 10,000. 2,000 നേരെ 20,000 വരും. 3,000 നേരെ 30,000. ഓക്കെ, ദെൻ 4,000 നേരെ 40,000. 5,000 നേരെ 50,000. എന്നിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യും. ഇതാണ് ഉണ്ടോ ടോട്ടൽ കോസ്റ്റ് ലൈൻ വരച്ചു. എൻ്റെ ഇതാണ് നമ്മുടെ സെയിൽസ് ലൈന്. ഓക്കെ, സെയിൽസ് ലൈൻ. ഈ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ BEP 5. ഇതാണ് നമ്മുടെ BEP. ഇവിടെ നമ്മൾ കൊടുത്തു BEP. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് ഡോട്ട് ഇട്ടിട്ട് കാണിക്കും. ഇങ്ങോട്ട് ഡോട്ട് ഇട്ട് കാണിക്കുമ്പോൾ ഇതാണ് നമ്മുടെ BEP യൂണിറ്റ്സ് 5,000 കേട്ടോ. സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനോടെ ഇന്റർസെക്ട് ചെയ്തു. ആ പോയിന്റ് ആണ് നമ്മൾ BEP എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് എക്സ് ആക്സിസിലേക്ക് ഡോട്ട് ഇട്ട് ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടി BEP യൂണിറ്റ്സ് എത്രയാ? 5,000. എന്നിട്ട് നമ്മൾ അത് ഇവിടെ നിന്ന് അങ്ങോട്ടും ഡോട്ട് ഇട്ട് കാണിക്കും. ഉണ്ടോ? ഇതാണ് നമ്മുടെ BEP സെയിൽസ് എത്രയാണ്? 50,000. ഇതാണ് നമ്മൾ ടേബിളിലും കാണിച്ചത്. ഉണ്ടോ? അപ്പൊ നമുക്ക് BEP കിട്ടി. ഇനി ഈ BEP സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനൂടെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. ഈ ആംഗിൾ ഉണ്ടോ? ഈ ആംഗിളിനാണ് പറയാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ടോട്ടൽ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും സെയിൽസ് ലൈനും തമ്മിൽ കട്ട് ചെയ്യും.
ആ കട്ട് ചെയ്യുന്ന പോയിന്റിനാണ് പറയുന്നത് BEP. അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. ആ ആംഗിളിനാണ് പറയുന്നത് എന്തെന്ന്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് 2 മാർക്കിന്റെ വരുന്നതാണ്. എന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നുള്ള പറയട്ടെ? ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് സെയിൽസ് ലൈൻ ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്. That point is called a break-even point. The angle formed at break-even point is called the angle of incidence. ഈ ആംഗിൾ നോക്കിയിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റി അറിയാം. ഈ ആംഗിൾ ഇങ്ങനെ സപ്പോസ് ഈ സെയിൽസ് ലൈൻ ഇങ്ങനെ വരികയാണ് കേട്ടോ. സെയിൽസ് ലൈൻ ഇങ്ങനെ നേരെ ഇങ്ങനെ വരികയാണെങ്കിൽ എന്ന് വെറുതെ ഇതാക്കി കാണുമ്പോൾ ഇങ്ങനെ സെയിൽസിന് വന്നിട്ട് ഇങ്ങനെ നേരെ പോവുകയാണെങ്കിൽ ആംഗിൾ കൂടി ഉണ്ടോ? higher the angle, higher the profitability. Lower the angle, lower the angle കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടും. ആംഗിൾ കുറയുക എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി കുറയും. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇവിടെ നമ്മുടെ സെയിൽസ് ലൈൻ കണ്ടോ? ഏതിന് താഴെയാ? ടോട്ടൽ കോസ്റ്റിന് താഴെയാ. ഇവിടെയെല്ലാം ടോട്ടൽ കോസ്റ്റ് ആണ് മുകളില്. അപ്പൊ ടോട്ടൽ കോസ്റ്റിനേക്കാളും കുറവാണ് സെയിൽസ്. അപ്പൊ ഈ ഏരിയക്കാണ് പറയുക ലോസ് ഏരിയ. ഇവിടെ എല്ലാം നമുക്ക് ലോസാ. ലോസ് ഏരിയ എന്തുകൊണ്ടാ? സെയിൽസ് താഴെ, ടോട്ടൽ കോസ്റ്റ് മുകളില. അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഈസ് ഹയർ ദാൻ ദ സെയിൽസ്. അപ്പൊ ഈ ഏരിയ ഇവിടെ വരെയുള്ള ഏരിയ നമുക്ക് ലോസ് ഏരിയ. അതായത് 50,000 യൂണിറ്റ്സ് വിൽക്കുന്നിടം വരെ നമുക്ക് നഷ്ടത്തിലാണ് നമ്മൾ ഓടുന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും ടോട്ടൽ കോസ്റ്റ് ലൈൻ താഴെയായി, സെയിൽസ് ലൈൻ മുകളിൽ വന്നു. ഈ ഏരിയക്കാണ് പറയുന്നത് പ്രോഫിറ്റ് ഏരിയ. എന്തുകൊണ്ടാണ് പ്രോഫിറ്റ്? ടോട്ടൽ കോസ്റ്റ് ലൈൻ താഴെയും സെയിൽസ് ലൈൻ മുകളിലുമായി. അപ്പൊ ഈ ഏരിയക്ക് പറയും പ്രോഫിറ്റ് ഏരിയ. ക്ലിയർ ആയോ? ഇനി ഈ ഇത്രയും ഭാഗം എക്സ് ആക്സിസിന് ഇങ്ങനെ ഈ ഭാഗം ഉണ്ടോ? ഇതാണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഞാൻ ഇവിടെ കാണിച്ചോട്ടോ. ഇവിടെ നിന്ന് 20,000 രൂപ വരെയുള്ള എന്താണ് നമ്മുടെ ഇത് ഫിക്സഡ് കോസ്റ്റ്. ഇതാണ് നമ്മുടെ ഏത് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് ഏത് കോസ്റ്റ്? വേരിയബിൾ കോസ്റ്റ്. കിട്ടിയോ? അതായത് 20,000 വരെയുള്ളത് ഫിക്സഡ് കോസ്റ്റ്, എവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് വേരിയബിൾ കോസ്റ്റ്. ഇനി ഈ ഗ്യാപ്പ് ഇവിടെ ഇതാണ്. ഇത് ഉണ്ടോ? ഇത് സെയിൽസ് ആയി, ഇത് ടോട്ടൽ കോസ്റ്റാണ്. ഈ ഗ്യാപ്പാണ് ഇത് നമ്മുടെ പ്രോഫിറ്റ്. ഈ ഡിഫറൻസ് ആണ് പ്രോഫിറ്റ്. ഇവിടെ വന്ന് നോക്കിക്കേ, ഇവിടെ വരെയുള്ളത് ഇവിടെ വന്നപ്പോൾ കണ്ടോ, ഇവിടെ വരെയുള്ളതാണ് വേരിയബിൾ കോസ്റ്റ് വരുന്നത്, ഇവിടെ വരെയുള്ളത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇവിടെ ഇതാണ് ടോട്ടൽ കോസ്റ്റ് മുകളിലേക്കാണ് പോയ, സെയിൽസ് ലൈൻ താഴെ. ഈ ഏരിയ ഞാൻ പറഞ്ഞു ഏത് ഏരിയ? ലോസ് ഏരിയ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കേണ്ടത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇത് പഠിച്ചിരിക്കണേ. എക്സ് ആക്സിസിൽ നമ്മൾ യൂണിറ്റ്സ് പ്ലോട്ട് ചെയ്യും, വൈ ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ റുപ്പീസ് ആയിട്ട് പ്ലോട്ട് ചെയ്യും. ഒരേ ഡിസ്റ്റൻസ് ഗ്രാഫ് വരയ്ക്കാൻ അറിയാം. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടാക്കും. ഇവിടെ മാക്സിമം യൂണിറ്റ്സ് 7,000, അപ്പൊ നമ്മൾ 1000 തൊട്ട് എടുത്തു. ഇപ്പൊ 50,000 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 10, 20, 30, 40, 50 എന്ന് പറഞ്ഞ് എടുത്താൽ മതി. ക്ലിയർ ആയില്ലേ? ഇവിടെ നമുക്ക് 7,000 തന്നിട്ടുള്ളപ്പോൾ നമുക്ക് 7 പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ 1000, 2000 വെച്ച് 7,000 എടുത്തു. പിന്നെ നമ്മൾ യൂണിറ്റ്സിനെ സെയിൽസ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിൽസ് കിട്ടും. നമ്മൾ വേരിയബിൾ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കിട്ടും. ദെൻ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്. ഇതാണ് സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ട്. സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ നിങ്ങൾ എന്തൊക്കെ വരച്ചു ഒന്നുകൂടെ ഞാൻ പറയട്ടെ. എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം തിയറി പറഞ്ഞായിരുന്നു. ആദ്യം നമ്മൾ എക്സ് ആക്സിസിൽ എന്ത് പ്ലോട്ട് ചെയ്തു? പ്രൊഡക്ഷൻ യൂണിറ്റ്സ് പ്ലോട്ട് ചെയ്തു. വൈ ആക്സിസിൽ എന്ത് കാണിച്ചു? കോസ്റ്റ് ആൻഡ് റവന്യൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഏത് ലൈൻ വരച്ചു? ആദ്യം ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരച്ചു. ഏതിന് പാരലായിട്ട്? എക്സ് ആക്സിസിന് പാരലായിട്ട്. എന്തുകൊണ്ടാണ് പാരലായിട്ട് വരച്ചത്? എന്റെ ഇച്ചിരി സ്ലാൻഡിങ് ചെരിഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വെറുതെ ഫ്രീ ഹാൻഡ് കൊണ്ട് വരയ്ക്കുന്ന. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് ലൈൻ എക്സ് ആക്സിസിന് പാരലായിട്ട് വരച്ചു. എന്തുകൊണ്ടാ? എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. രണ്ടാമത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് പ്ലോട്ട് ചെയ്യും. ഇതുപോലെ നമ്മൾ ടേബിളിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് 1000-ന് എത്രയാ? 26,000, 2000-ന് 32, ഇങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യും. പ്ലോട്ട് ചെയ്തിട്ട് അത് നേരേഖയായിട്ട് വരയ്ക്കണം. പ്ലോട്ട് ചെയ്ത പോയിന്റ്സ് എല്ലാം കൂടി ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എവിടുന്ന തുടങ്ങേണ്ട? നിങ്ങളുടെ ഫിക്സഡ് കോസ്റ്റിന്. എന്തുകൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റിന് തുടങ്ങുന്നത്? പ്രൊഡക്ഷൻ ഇല്ല എങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റ് ഈക്വലാ. പ്രൊഡക്ഷൻ ഇല്ല എങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് പറയുമ്പോൾ ഏത് മാത്രമേ വരത്തുള്ളൂ? ഫിക്സഡ് കോസ്റ്റ് മാത്രമേ വരത്തുള്ളൂ, വേരിയബിൾ കോസ്റ്റ് ഇല്ല. അപ്പൊ നമ്മുടെ ടോട്ടൽ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും സെയിം ആയിരിക്കും. അത് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഫിക്സഡ് കോസ്റ്റ് പോയിന്റിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പൊ എന്നിട്ട് നിങ്ങൾ നേർരേഖ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ്, പക്ഷെ നേർരേഖയായിട്ടാണ് വരയ്ക്കേണ്ടത്. സ്കെയിൽ വെച്ചിട്ട് നേർരേഖയായിട്ട് വരയ്ക്കുന്നു. ഓക്കെ,
അതിനുശേഷം നമ്മൾ സെയിൽസ് പ്ലോട്ട് ചെയ്യും. സെയിൽസ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ആ പ്ലോട്ടഡ് പോയിന്റ്സ് നമ്മൾ നേരെ സ്കെയിൽ വെച്ചിട്ട് എവിടുന്ന് തുടങ്ങും? 0-ന്ന്. എന്തുകൊണ്ടാണ് 0-ന്ന്? പ്രൊഡക്ഷൻ ഇല്ലായെങ്കിൽ നമുക്ക് സെയിൽസ് ഇല്ലല്ലോ. അപ്പം പ്രൊഡക്ഷൻ ഇല്ലായെങ്കിൽ സെയിൽസ് എത്രയാ? 0. അതുകൊണ്ട് നമ്മൾ 0-ന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ലൈനിലേക്ക് വരും. ഇതിന് നേരെ 7000 നമ്മുടെ യൂണിറ്റ്സ്, 7000 വരെ വരത്തുള്ളൂ, ഇവിടെ വരെ വരുള്ളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കാം. ബ്രേക്ക് ഇവൻ പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നോക്കണം അതാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ BEPന്റെ ഫോർമുല കണ്ടുപിടിക്കണം. BEP എന്താ ഫോർമുല? F/C per യൂണിറ്റ് എന്ന് പറഞ്ഞ് ഫോർമുല വെച്ച് നോക്കണം, നേരത്തെ കണ്ടുപിടിക്കണം. എന്നിട്ട് നിങ്ങൾ അവിടെയാണ് ഈ 2 ലൈനോട് ജോയിൻ ചെയ്യേണ്ടത്. ടോട്ടൽ കോസ്റ്റ് ലൈനും സെയിൽസ് ലൈനോട് കട്ട് ചെയ്യുന്നത് എവിടെയാ? ആ പോയിന്റ് ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. നിങ്ങളുടെ ചാർട്ടിൽ ഇതുപോലെ കിട്ടും, ടേബിളിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണും. അല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യിക്കണം. ക്ലിയർ അല്ലേ? എന്നിട്ട് നിങ്ങൾ BEP മാർക്ക് ചെയ്തു. ആ കട്ട് ചെയ്യുന്ന പോയിന്റിനാണ് BEP. അവിടുന്ന് താഴേക്ക് നമ്മൾ ഡോട്ട് ഇട്ട് കാണിക്കുന്നു. അപ്പം കിട്ടുന്നതാണ് BEP യൂണിറ്റ്സ് എക്സ് ആക്സിസിലേക്ക് ജോയിൻ ചെയ്യുന്നു. അവിടുന്ന് Y ആക്സിസിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? BEP റുപ്പീസ് കിട്ടും. അപ്പം BEP ഇവിടെ എത്രയാ? 5000 യൂണിറ്റ്സ്. സെയിൽസ് എത്രയാ? 50000. ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. ആ ആംഗിളാണ് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? Total cost line and sales line intersect at a point. That point is called break-even point. The angle formed at BEP. BEP form ചെയ്യുന്ന ആംഗിളിനാണ് എന്ന് വിളിക്കുക ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, BEPക്ക് താഴെയുള്ള ഏരിയ ലോസ് ഏരിയ. എന്തുകൊണ്ടാണ് ലോസ് ഏരിയ? ഇവിടെ സെയിൽസ് ലൈൻ താഴെയും ടോട്ടൽ കോസ്റ്റ് ലൈൻ മുകളിലും. അപ്പോൾ സെയിൽസ് കുറവാണ്, ടോട്ടൽ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻസ് ആണ് ലോസ് ആണ് നമുക്ക്. ഇവിടെ വന്നപ്പോഴത്തേന് സെയിൽസ് ലൈൻ മുകളിലേക്ക് പോയി, ടോട്ടൽ കോസ്റ്റ് ലൈൻ താഴെയായി. അപ്പൊ ഈ ഏരിയ ആണ് പ്രോഫിറ്റ് ഏരിയ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏരിയ ഞാൻ പറഞ്ഞു, ഇത് ഇവിടെ വരെയുള്ള 20000 രൂപയാണ് നമ്മുടെ ഏത് കോസ്റ്റ്? ഫിക്സഡ് കോസ്റ്റ്. ഇവിടുന്ന് അത് കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്? വേരിയബിൾ കോസ്റ്റ്. ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. ഉണ്ടോ? ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് ഈ പ്രോബ്ലം നിങ്ങളുടെ ബുക്കിൽ സ്കെയിലും പെൻസിലും വെച്ച് വൃത്തിക്കൊന്ന് വരച്ചിരിക്കണം. ഇന്ന് ഞാൻ പ്രോബ്ലം ഇടുന്നില്ല, നാളെ ഞാൻ പ്രോബ്ലം നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ബുക്കിൽ വരച്ചിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.